നീറ്റ് പുനഃപരീക്ഷയിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു. വിദ്യാർത്ഥികൾക്ക് ഗതാഗതം, കുടിവെള്ളമടക്കമുള്ള സൗകര്യങ്ങൾ ഒരുക്കാൻ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നു. പഴുതടച്ച സുരക്ഷാ ക്രമീകരണം ഒരുക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പി ബസന്ത് വിവരങ്ങളുമായി ചേരുകയാണ്. ബസന്ത്, ഒരു പരീക്ഷ നടത്തി തീർത്തും പാളിപ്പോയതാണ്. അപ്പോൾ അടുത്ത പരീക്ഷയ്ക്കായി എങ്ങനെയുള്ള, നിലവിൽ തന്നെ നീറ്റ് പരീക്ഷയ്ക്കായി വലിയ സുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട്, അത് കൂടുതൽ കർശനമാക്കുന്നത് എങ്ങനെയാണ്? ഒരുക്കങ്ങൾ എന്താണ്? വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ നേതൃത്വത്തിലാണ് ഒരു ഉന്നതതല യോഗം ചേർന്നത്. പ്രധാനമായും ഇതിന്റെ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ചർച്ച ചെയ്ത് പഴുതടച്ചുള്ള നടപടികൾ വേണമെന്നുള്ളതാണ് ധർമ്മേന്ദ്ര പ്രധാൻ നൽകിയിരിക്കുന്ന നിർദ്ദേശം. ആവശ്യമെങ്കിൽ ജില്ലാ കളക്ടർമാരും പോലീസ് സൂപ്രണ്ടുമാരുമായി നേരിട്ട് ബന്ധപ്പെട്ട് സുരക്ഷാ ക്രമീകരണങ്ങൾ പരിശോധിക്കണം എന്നുള്ളൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ജൂൺ 21 നടക്കുന്ന പുനഃപരീക്ഷയിൽ വിദ്യാർത്ഥികൾക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കണം, ഗതാഗത സൗകര്യം, അതോടൊപ്പം തന്നെ കുടിവെള്ളം അടക്കമുള്ള മറ്റ് സൗകര്യങ്ങളും ഉറപ്പാക്കണം എന്നുള്ളൊരു നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. 2 ജോയിന്റ് സെക്രട്ടറിമാരും 2 ജോയിന്റ് ഡയറക്ടർമാരും പുതിയതായി സർക്കാർ നിയമിച്ചിരുന്നു. ഇവരുടെ കൂടി സാന്നിധ്യത്തിലാണ് ഇന്ന് യോഗം ചേർന്നത്.